ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ എൻ്റെ വീഡിയോ ഒന്നും ഇല്ലാത്തൊരാഴ്ചയെല്ലാം കഴിഞ്ഞല്ലേ. സംഗതി എന്തില്ലെങ്കിലേ കാക്കാൻ്റെ പൊരകുടിയും പിന്നെ പൊരകുടി കഴിഞ്ഞിട്ട് സൗണ്ട് കുറച്ച് നേരം ഉണ്ടായിട്ടാ പിന്നെ എൻ്റെ മടിയും എല്ലാം കൂടിയിട്ട് വരുമ്പോഴേക്ക് ഇത്ര ദിവസമായി. അങ്ങനെ ഇന്നൊരു വീഡിയോ അപ്ലോഡ് ആക്കാമെന്ന് വിരിച്ച്. ഇന്ന് 4:30 കാക്കാൻ്റെ പൊരൻ്റെ പാല് കാച്ചൽ ഫ്രൈഡേ, പൊരകുടീൻ്റെ പാർട്ടി സാറ്റർഡേ. അങ്ങനെ അപ്പോൾ ഫ്രൈഡേയിലത്തെ വ്ളോഗ് ചെയ്ത് അങ്ങനെ രാത്രി ഉറങ്ങുമ്പോൾ തന്നെ ഒരു 1:30 മണിയെല്ലാം അതിന്. അങ്ങനെ കാലത്ത് 4:30 തന്നെ എണിച്ച് ലേറ്റായി എന്തെങ്കിലും മൊയിലാഞ്ചെല്ലാം വെക്കാണ്ടേ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കാലത്ത് 4:30 എണിച്ചിട്ട് നോക്കുമ്പോൾ ഭയങ്കര ഗൗജിയുടെ കുച്ചിൽ എന്തെല്ലെങ്കിൽ ഇത്തുമ്മ മമ്മി എല്ലാം കൂടിയിട്ടുള്ള ഫുഡിൻ്റെ പ്രിപ്പറേഷനിലെല്ലാം ഉണ്ട്. പത്തൽ ചുടുന്ന്, അങ്ങനെ കറിയെല്ലാം റെഡിയാക്കിയിട്ട് വെക്കുന്നത്, അതിൻ്റെ എല്ലാം ഉണ്ട്. ഇതെല്ലാവരും കൂടിയിട്ടാക്കിയത്, പുത്തൂർക്കാരും ഇതിവിടെ നമ്മളെല്ലാവരും. അങ്ങനെ എല്ലാം ആക്കിയിട്ട് ഞാൻ പോയിട്ട് പിന്നെ ഫ്രഷ് ആയിട്ട് ഡ്രസ്സെല്ലാം ആക്കി. ഞങ്ങൾക്ക് പിന്നെ വേറെ പണി എന്ത്, ഇത് തന്നെയല്ലേ. അങ്ങനെ ഒരു ബാങ്കെല്ലാം കൊടുത്തിട്ടാകുമ്പോഴേക്ക് തങ്ങെല്ലാം വന്നിട്ട് ഓതിയിട്ട് ഇതുവായിരുന്നിട്ട് എല്ലാം ഇട്ടിട്ട് പൊരക്ക് കയറി. അങ്ങനെ ഇത്ര വെളിയേ ഉണ്ടായിട്ടാ. അങ്ങനെ സൊബയല്ലേ, എനിക്ക് ഈ സൊബയ്ക്കെല്ലാം എന്തോ ഒരു ഇഷ്ടം, കാരണം ഐ എം എ മോർണിംഗ് പേഴ്സൺ. അങ്ങനെ അതിൻ്റെ ഒരു വൈബ് അത്ര സൈലൻ്റ് ഒന്നും ഉണ്ടായിട്ട്. സൈലൻ്റ് ഉണ്ടാകുമ്പോഴേക്കല്ല പുറത്തൊരു മജ, പക്ഷേ ഇവിടെ ഭയങ്കര ഗൗജിയായി, കാരണം കുറേ ആളുണ്ടായി ഉള്ളിൽ. അങ്ങനെ ഇവിടെ ഓരെല്ലാം നിസ്കരിക്കുമ്പോഴേക്ക് നമ്മളുടെ ഫുഡിൻ്റെ എല്ലാം പ്രിപ്പയർ ആക്കുന്നുണ്ട്. അങ്ങനെ തങ്ങ നിസ്കരിച്ചിട്ട് വന്നിട്ടായിട്ട് ഗ്യാസ് കത്തിച്ച് പിന്നെ ഇവിടെ പാല് കാച്ചാൻ വേണ്ടിയിട്ട് പാൽ ഒഴിക്കുന്നുണ്ട്. അതൊരു തളിച്ചിട്ട് മറിയാനുള്ള വീഡിയോക്ക് ഞാൻ കാത്തിട്ട് കുമ്പിച്ച് അത്ര സമയം കാത്ത് ഞാൻ ലാസ്റ്റ് ഒരിക്കൽ തളിച്ച്. അങ്ങനെ ഈ തളിച്ചിട്ട് മറിയുന്ന വീഡിയോക്ക് വേണ്ടിയിട്ട് ഞാനൊരു 1/2 മണിക്കൂർ കാത്താടാം. അങ്ങനെ എൻ്റെ അപ്പുറത്ത് പിന്നെ ഒരു ഫോട്ടോഗ്രാഫർ കൂടി ഉണ്ട്, അത് സിംപ്ലി കട്ട്സിൻ്റെത്. അങ്ങനെ അവന് വ്ളോഗിലേക്കല്ല, അവന് ഫോട്ടോ എല്ലാം എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഒരു വ്ളോഗിലേക്ക് കാത്തിട്ട് ഒരിക്കോ പാല് കാച്ചിട്ടായിട്ട് എല്ലാവർക്കും സെർവ് ആക്കുന്നതുണ്ട് ഗ്ലാസ്സിലെല്ലാം. അങ്ങനെ സെർവ് ആക്കിയിട്ട് എല്ലാവർക്കും കൊടുത്ത് പിന്നെ അതെല്ലാം കുടിച്ചിട്ടായിട്ട് ഒരു മൊയിലതെടുക്കാൻ കഴിഞ്ഞ്. അങ്ങനെ അതെല്ലാം ഒരു സൈഡിൽ നടക്കുന്നതുണ്ട്. ഇവിടെ പിന്നെ കിച്ചണിൽ വേറെ പരിപാടിയെല്ലാം നടക്കുന്നതുണ്ട്. ചായ വെക്കൽ, അപ്പം റെഡിയാക്കൽ, അത് ഇത് എല്ലാം ആയിട്ട് തിരക്കന്നെ സൊബൈക്ക്. അങ്ങനെ ഞങ്ങൾക്കിവിടെ വീഡിയോ എടുക്കുന്നേ പണി, ഞാനിവിടെ വീഡിയോ എടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കച്ചറ ചാടാനുള്ള പണി ഇട്ടിട്ടാകുമ്പോൾ കയ്യിൽ പോയി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടായി പിന്നെ കുറച്ച് വെളി വന്ന് എത്രപ്പം ഇതൊരു 6 മണിയാ 6:15 ആ ടൈമിലാണ്. നല്ലൊരു എന്താ പറയുക, ഒരു അറ്റ്മോസ്ഫിയർ. അങ്ങനെ ഒരു വൈബിൽ നാടെ പുറത്തെല്ലാം നിന്നിട്ട് കുറേ നേരം നോക്കി. പിന്നെ അവർക്ക് മൊയിലതെടുത്തിട്ട് കഴിയാനാകുമ്പോഴേക്ക് നമ്മളുടെ ഫുഡെല്ലാം വെക്കാൻ തുടങ്ങി, എല്ലാം വിളമ്പിയിട്ട് ഓർ. അങ്ങനെ പഴിച്ചിട്ട് കഴിയുന്നില്ല എനിക്ക്, കാരണം കാലത്ത് തന്നെ എണിച്ച് കുറേ സമയം ഇരുന്ന് അങ്ങനെയെല്ലാം പഴിച്ചിട്ട് കഴിയുന്നില്ല. അങ്ങനെ ഓർക്കെല്ലാം തിന്നിട്ടായിട്ട് ഞങ്ങയും തിന്ന്. പിന്നെന്തെങ്കിലും ഭയങ്കര ടയർഡായിന്. ഇത് തിന്നിട്ടാകുമ്പോഴേക്ക് തന്നെ എല്ലാം അതിൽ ഓഫായിന്, കാരണം ഇതെന്തെങ്കിലും കാലത്ത് തന്നെ എണിച്ചിട്ട് അങ്ങനെ സാഹചര്യം ഇല്ലല്ലോ. അങ്ങനെ അതെല്ലാം ആയിട്ടായിട്ട് അന്നത്തെ ഡേ ഞങ്ങൾക്ക് കാലത്തെ കഴിഞ്ഞ. അങ്ങനെ പിന്നെ ഞാൻ ഫുള്ള് കേക്കിൻ്റെ പണിയിലുണ്ടായി, കേക്കാക്കാണ്ടായി ഹൗസ് വാമിങ്ങിൻ്റെ. അങ്ങനെ അതിൻ്റെ ഫോട്ടോ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇടാവേ. ഇത് രാത്രി ഫുഡാക്കുന്ന ഓരോ പണി ഇതെല്ലാം. ഓരോ ഉള്ളി കാച്ചുന്ന ഒരു സൈഡ്, പിന്നെ മസാല റെഡിയാക്കുന്ന പിന്നെ ഒരു സൈഡ്, ചിക്കൻ ഫ്രൈ ആക്കുന്ന, അങ്ങനെ ഓരോ ഭയങ്കര തിരക്ക്. എന്തോ ഒരു പൊലിസല്ലേ ഇങ്ങനെ എല്ലാം തിരക്കെല്ലാം വെക്കും. അങ്ങനെ ഇത് നമ്മളെ ഹൗസ് വാമിങ് വീഡിയോൻ്റെ പാർട്ട് 1. നെക്സ്റ്റ് സാറ്റർഡേൻ്റെ ഹൗസ് വാമിങ്ങിൻ്റെ പാർട്ടീൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം. ഇനി എപ്പോൾ വരും എന്നറിയാലോ, ഞങ്ങൾക്ക് വീഡിയോ ഇടാൻ മടിയാണ്. അങ്ങനെ ഞാൻ നാളെ തന്നെ ഇടാൻ ട്രൈ ആക്കാം. സോ അങ്ങനെ ഇന്നത്തെ ദിവസം ഇടിങ്ങനായി, ഭയങ്കര ടയർഡായതുകൊണ്ട് ഓരോടെ പണി നടക്കട്ട് ഞാൻ പോന്ന് കിടക്കാൻ. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്.